ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 15ആണ്. അപ്പോൾ ആദിക്കുട്ടൻ്റെ എൽ കെ ജി പഠിക്കുമ്പോഴുള്ള ആദ്യത്തെ ഓഗസ്റ്റ് 15ആണ്. പക്ഷേ അവനെ കൊണ്ടുവിടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വിട്ടില്ല കേട്ടോ. അവൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇവിടെ അനിയണ്ണനുണ്ട്, അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ വർക്കിനായിട്ട് പോയതാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്കും അവധി എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചിന്തിച്ചില്ല, പണിക്കാരൊക്കെ വരുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഹോട്ടലിൽ. പക്ഷേ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പകുതിക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിർത്തി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ അക്കയുടെ കൂടെയുള്ള ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ പഠിക്കാൻ ജോലിക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ ലീവ് എടുത്ത് അവൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകളൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ 3 മണി വരെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് വരികയാണ് ചെയ്തത്. വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീടെത്തി കഴിഞ്ഞപ്പോൾ തന്നെ വന്നത് എനിക്ക് ഒരു തുമ്മലും ജലദോഷവും ഒക്കെ, മേലും കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യക്കുട്ടന് കാർട്ടൂൺ വേണം പറഞ്ഞിട്ട് അവനെ ഫോൺ ഏൽപ്പിച്ചു. അവൻ കാർട്ടൂൺ കണ്ടുകൊണ്ട് അങ്ങനെ കിടക്കായിരുന്നു. അനിയണ്ണനും ആദ്യക്കുട്ടനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാർട്ടൂൺ രണ്ടുപേരും ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. ഞാൻ പിന്നെ വിറകൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഗ്യാസിലാണ് ചോറൊക്കെ വയ്ക്കുന്നത്. അപ്പം വിറക് ഇവിടെ ചുള്ളിക്കമ്പുകളൊക്കെ ഒന്ന് അവിടെ കുറച്ച് നമ്മൾ ആ റോഡിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ഇടയ്ക്ക് വിറകൊക്കെ തരുന്നത് കേട്ടോ. അവർ ഗ്യാസിലാണ് ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ചിരട്ടിയും അതുപോലെ പൊതിമടലും ഒക്കെ എനിക്ക് കത്തിക്കാനായിട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മാവിൻ്റെ കൊമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചുള്ളിക്കമ്പൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കുറച്ച് ഒരുപാടൊന്നും എടുത്തില്ല. 2-3 ചുള്ളിക്കമ്പുകൾ ഒടിച്ചെടുക്കാൻ പറ്റുന്ന 2-3 എടുത്തു. ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് ഓലയും സംഘടിപ്പിച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മൾ വർക്കിനൊന്നും പോകാതെ വീട്ടിലാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ 3 മണി വരെ നമ്മൾ വർക്കിന് പോയി ഇവിടെ എത്തുമ്പോൾ 4 മണിയൊക്കെ ആവും. ആദ്യക്കുട്ടനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ടും ഒക്കെ നേരത്തെ തന്നെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടന് അനിയനും കൊണ്ട് ആക്കാമെന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ വണ്ടിയിൽ പെട്രോളിലൊന്നും പറഞ്ഞ ആൾ പോയില്ല, വിട്ടയച്ചില്ല. അപ്പോൾ ഫ്രണ്ട്സ്, സമയം ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ മീൻ വാങ്ങിക്കാൻ പോയി, തുണിയൊക്കെ കഴുകിയിട്ടു, റൂമൊക്കെ അടിച്ചു വൃത്തിയാക്കി, അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഇനി ഇത്തിരി നേരം കഴിയുമ്പോൾ ആദ്യക്കുട്ടനെ പഠിപ്പിക്കണം. ഡാ മണ്ണി കളിക്കല്ലേ. അവന് 20-ാം തീയതി തുടങ്ങി പരീക്ഷയാണ് ആദ്യക്കുട്ടന്. LKG. പഠിപ്പൊക്കെ കണക്കാണ് ഫ്രണ്ട്സ്. ഒന്നും പഠിക്കും. അവന് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അവന് മനസ്സിലാകും. പക്ഷെ അവൻ കൂട്ടാക്കില്ല. കളിനനവ് കൂടുതലാണ്. കാർട്ടൂൺ കാണലാണ് കൂടുതലായിട്ട്. അത് ആ നിലവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ABCD ഒക്കെ കാണാതെ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു മറവിയുണ്ട് കേട്ടോ. LKG അല്ലേ ആയുള്ളൂ. അപ്പോൾ പിന്നെ അവനെ നമ്മൾ കൂടുതൽ വഴക്കിട്ടിട്ടും തല്ലിയിട്ടൊന്നും അവനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവൻ ഇത്തിരി കൂടി വലുതാകുമ്പോഴൊക്കെ ശരിയാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ഒന്ന് പഠിപ്പിക്കണം. ഇന്ന് ഇംഗ്ലീഷാണ് അവനെ പഠിപ്പിക്കുന്നത് കേട്ടോ. അതായത് ചെറിയ അക്ഷരവും വലിയ അക്ഷരവും പഠിപ്പിക്കണമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നുകൂടി ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് പിന്നെ കണക്കും മലയാളവും നാളെ പഠിപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പോൾ 20-ാം തീയതി 25-ാം തീയതി വരെ, അതായത് 20-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി, 23-ാം തീയതി വരെ, 25-ാം തീയതി വരെ പരീക്ഷയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് 26-ാം തീയതി ഓണാഘോഷ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടും. അപ്പം ഞങ്ങൾ 27, 28-ാം തീയതിയൊക്കെ ആയിട്ട് പാലക്കാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കളിയിൽ ഇവിടെ വന്നേ. ഇവന് ഈ വെള്ളവും ചളിയും കണ്ട അതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് രാത്രിയാകുമ്പോൾ കാല് ചൊറിയൊന്നും പറഞ്ഞ് കരച്ചിലായിരിക്കും. ഇങ്ങോട്ട് കയറി വടിയേ മരുന്നുള്ളൂ. ഇങ്ങോട്ട് കയറി. അപ്പോൾ ഫ്രണ്ട്സ്, അവന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. 2-3 ദിവസമായിട്ട് ഐസ്ക്രീം തീറ്റ തന്നെയാണ്. ഇന്ന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. ചുമയുണ്ട്, അത് കാരണം. അപ്പോൾ പിന്നെ ഇന്ന് കൂട്ടുമീനൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചെറുപയറും മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ട്. വൈകുന്നേരം
ചോറ് കുറവാണ് കേട്ടോ ഫ്രണ്ട്സ്. ഗ്യാസിലാണ്, ഞാൻ ചെറിയ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വേകുന്ന അരിയാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു മണം പോലെ തോന്നിയിട്ട് അപ്പം ഇന്ന് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അരിയാണനോട് ചപ്പാത്തി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി വൈകുന്നേരം കഴിക്കാം. ഞാൻ ദോശയായിരിക്കും കഴിക്കുന്നത്. ഇവർക്ക് ചപ്പാത്തിയൊക്കെ കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. നാളെ അടുപ്പിൽ കത്തിക്കും. ഇപ്പോൾ ആഞ്ഞിലിയുടെ കൊമ്പൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിറകിൻ്റെ അധികം ക്ഷാമം വരില്ല കേട്ടോ. കുറച്ച് നാളത്തേക്ക് അതൊക്കെ കത്തിക്കാം നമുക്ക്. അപ്പോൾ വീട്ടിലേക്ക് ഓണമൊക്കെ ആയിട്ട് പോകാൻ പറ്റണം. പിന്നെ തിങ്കളാഴ്ച ഒരു കല്യാണമുണ്ട്, അതിന് പോകണം. അപ്പോൾ ഞായറാഴ്ച ആണ്ടുപിറപ്പൊക്കെയാണ്, ചിങ്ങം 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത അമ്പലം പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്തരം വയ്ക്കലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ വീടും പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെ ഇവിടെ കൂടി ഇരുന്ന് വൃത്തിയാക്കണം കേട്ടോ. പുല്ല് പറിക്കാനൊക്കെ ഉണ്ട് വീടിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് പുല്ല് പറിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നാളെയൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മാറാലത്തൊട്ടിയും മോപ്പും ചൂലും ഒക്കെ വാങ്ങിക്കണം. അതൊക്കെ ആകെ വേറെ പഴയതൊക്കെ ഇങ്ങനെ കേടുവന്ന് കിടക്കണം. അപ്പോൾ ഇന്ന് ഞാൻ അത് പുതിയതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മാറാലയൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എപ്പോഴും മാറാലയൊക്കെ തട്ടി വീട് നല്ല വൃത്തിയാക്കി. അമ്മയ്ക്ക് വൃത്തി കൂടുതലാണ് കേട്ടോ. റൂം അടിച്ച് വൃത്തിയാക്കിയും പരിസരം വൃത്തിയാക്കിയും മാറാല തട്ടിയും എപ്പോഴും വെറുതെ ഇരിക്കുകയില്ല. ഞാനിപ്പോൾ വരയ്ക്കിന് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നാളെയൊക്കെ ആയിട്ട് എല്ലാ റൂമും മാറാലയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കണം എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അപ്പം വീട്ടിലേക്ക് പോകണം. അച്ഛന് ഞങ്ങളുടെ വരവും കാത്തിരിക്കുകയാണ്. അച്ഛന് ഓണക്കോടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഓണത്തിന് മുമ്പായിട്ടൊരു 2-3 ദിവസം ഇരുന്നിട്ട് വരാം. ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ അനിയനും പോയിട്ട് കുറേ നാളായി. ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നതാണ്. ഇപ്പോൾ ഒരു 6 മാസമായി വീട്ടിലേക്ക് പോയിട്ട്. അപ്പം അടുത്ത ആനയാണം വന്നിട്ട് 1-2 വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ ആനയാണെന്ന് വരാമെന്ന് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകാമെന്ന് കരുതിയിരിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കൂടെ പഠിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അവനെ വിശക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. രാവിലെ തുടങ്ങി ഇത്ര നേരം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നേരത്തെ തന്നെ ആൾ കിടന്ന് ഉറങ്ങും. നേരത്തെ കിടന്നാലേ നേരത്തെ എഴുന്നേൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ രാവിലെ 2 നേരം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം വരില്ല. ഇത് LKG കുട്ടികളാണെങ്കിലും കൂടിയിട്ട് ഇംഗ്ലീഷ്, കണക്ക്, മലയാളമൊക്കെ നിറയെ പഠിക്കാനുണ്ടാകും. അമ്മമാരാണ് അതിൽ കൂടുതലും മുൻകൈ എടുത്ത് പഠിപ്പിക്കുന്നത് അമ്മമാരാണല്ലോ. അപ്പം നമുക്ക് വീട്ടുപണിയും അവരെ പഠിപ്പിക്കലും എല്ലാം കൂടി ആവില്ല. അപ്പം നേരത്തെ തന്നെ പണിയൊക്കെ ഒരുക്കിയിട്ട് അവനെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നേരെ ചൊവ്വയൊന്നും ഷോർട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ അതൊന്നും കുഴപ്പമില്ല. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആദ്യം കൂടെ പഠിപ്പിക്കാൻ പറ്റുന്ന പോലെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അവന് മിടുക്കൻ കുട്ടിയാണ്. ഇതേ പൊന്നു മിടുക്കൻ കുട്ടിയാണല്ലേ. ഒരു ഹായ് പറഞ്ഞേ. അവൻ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്താ പറഞ്ഞാൽ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് വഴക്കിട്ട് എന്നോട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മണ്ണി കളിയാണ്. ഒന്ന് പറയടാ, ഹായ് പറയടാ പൊന്നുട്ടി. അങ്ങനെ മുത്തല്ലേടാ. പിണങ്ങിയിരിക്കാണ്. കള്ളപ്പിണക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നല്ലപോലെ ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ്.